ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഈ നക്ഷത്ര ജാതകരുടെ രാശിമണ്ഡലത്തിൽ മഹാരാജയോഗം വന്നെത്തുന്നു. നിങ്ങൾക്കിതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമതകളും നീങ്ങി സമാരോഗ്യം കൈവരും. ആദിത്യൻ മിഥുനം രാശിയിലാണ്. ജൂലൈ 6-ന്, അതായത് ഞായറാഴ്ച രാവിലെ പുണർതം ഞാറ്റുവേല തുടങ്ങും. ചന്ദ്രൻ വെളുത്ത പക്ഷത്തിലാണ്. ജൂലൈ 10 വ്യാഴാഴ്ചയാണ്. ആഷാഢത്തിലെ വെളുത്ത വാവ്, അതായത് ഗുരു പൗർണമിയായി അറിയപ്പെടുന്നു. ബുധൻ കർക്കിടകം രാശിയിൽ പൂയം ആയില്യം നക്ഷത്രങ്ങളിലാണ്. ശുക്രൻ ഇടവം രാശിയിലാണ്. കാർത്തിക രോഹിണി നക്ഷത്രങ്ങളിലായി സഞ്ചരിക്കുന്നു. ചൊവ്വ ചിങ്ങം രാശിയിൽ പൂരം നക്ഷത്രത്തിലാണ്. വ്യാഴം മിഥുനം രാശിയിൽ തിരുവാതിരയിലാണ്. ജൂലൈ 7-ന്, അതായത് തിങ്കളാഴ്ച, വ്യാഴത്തിൻ്റെ വാർഷികമായ മൗഢ്യം തീരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ശനി മീനം രാശിയിൽ ഉത്രട്ടാതിയിൽ തുടരുന്നു. രാഹു കുംഭം രാശിയിൽ പൂരുരുട്ടാതിയിലും കേതു ചിങ്ങം രാശിയിൽ ഉത്രം നക്ഷത്രത്തിലുമായി സഞ്ചരിക്കുന്നു. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. വളരെയധികം ഗുണാനുഭവങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു ആഴ്ചയാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. കർമ്മരംഗത്ത് വളരെയധികം സ്വസ്ഥതയുണ്ടാകും. ഭാരിച്ച ദൗത്യങ്ങൾ പുതിയതായി ഏറ്റെടുക്കേണ്ടി വരില്ല. സഹപ്രവർത്തകരുടെ പങ്കാളിത്തം വളരെയധികം തൃപ്തി സമ്മാനിക്കും. ബുധ ശുക്രന്മാരുടെ ആനുകൂല്യമുള്ളതിനാൽ ബുദ്ധി ഉണർന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ആഴ്ച തന്നെ. ഭൗതികമായ നിങ്ങളുടെ കഴിവുകൾ കാലഹരണപ്പെടാതെ തന്നെ നവീകരിക്കുവാനും കഴിയുന്നതാണ്. വാക്കുകൾക്ക് പൊതുവിൽ സ്വീകാര്യത വളരെയധികം വർദ്ധിക്കും. കുടുംബകാര്യങ്ങളിൽ ഐക്യവും സമാധാനവും കുറയില്ല. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അഷ്ടമ രാശിക്കൂർ വരുന്നതിനാൽ അല്പം കരുതൽ പുലർത്തുന്നതും ഗുണകരമാകും. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ലക്ഷ്യപ്രാപ്തി കൈവരിക്കും. മാനസിക ഉല്ലാസം വളരെയധികം ഉണ്ടാകുന്നതാണ്. രഹസ്യ നിക്ഷേപങ്ങളിൽ നിന്നും ധനാഗമം വന്നെത്തും. മുഖ ആഭരണങ്ങൾ, അതുമല്ലെങ്കിൽ പുതിയ കണ്ണട വാങ്ങുവാൻ കഴിയുന്നതാണ്. ബിസിനസ്സിൽ നിന്നും വളരെയധികം ലാഭം വന്നു ചേരുന്ന വാരം കൂടിയാണ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത്. അധികാരികളുടെ നല്ല ബുക്കിൽ ഇടം പിടിക്കുവാൻ സാധിക്കും. പാചകകലയോട് ആഭിമുഖ്യം വർദ്ധിക്കുന്നതാണ്. അതിഥികളുടെ പ്രശംസ ലഭിക്കുവാനിടയുള്ള ആഴ്ച തന്നെ. സ്വന്തം തൊഴിലിൽ വളരെയധികം പുരോഗതി ഉണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് കൈവരുന്നതാണ്. മക്കളെ നിരീക്ഷിക്കുവാൻ മറക്കരുത്. അവരുടെ നിർബന്ധ ശീലങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്നതാണ്. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. രോഗികൾക്ക് വളരെയധികം ആശ്വാസമുണ്ടാകും. ഭാഗികമായി കടങ്ങൾ തീർക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടപ്പെട്ടവരുടെ പിന്തുണ വന്നു ചേരും. വാഹനത്തിന് അറ്റകുറ്റപ്പണി വരുവാൻ ഇടയുള്ള വാരമാണ്. സാങ്കേതിക വിഷയങ്ങൾ പഠിച്ചറിയുന്നതിന് തുനിയും. നിലവിലെ ജോലി മാറുവാൻ പരിശ്രമിക്കുന്നതാണ്. എന്നാൽ അതിൽ വിജയിക്കുവാൻ നിങ്ങൾ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. നിങ്ങളുടെ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുവാൻ സാധിക്കുന്നതാണ്. മകൻ്റെ പഠന പുരോഗതിയിൽ സന്തോഷം വളരെയധികം അനുഭവപ്പെടും. കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴുവാനും വഴിപാടുകൾ നടത്തുവാനും അവസരങ്ങൾ വന്നെത്തുന്നതാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങൾക്ക് പ്രതീക്ഷിച്ച മേന്മ ലഭിക്കുകയില്ല. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ വളരെയധികം ക്ലേശിക്കേണ്ടി വരും. സ്വന്തം തൊഴിലിൽ പരീക്ഷണങ്ങൾക്ക് മുതിർന്നേക്കുന്നതാണ്. എന്നാൽ വിജയപ്രാപ്തി അത്ര എളുപ്പമായേക്കില്ല. വിപണിയിൽ നിങ്ങൾക്ക് സ്ഥാനം പിടിക്കുക എന്നത് വളരെയധികം ക്ലേശകരമാകും. കൂട്ടുകെട്ടുകൾക്ക് നിയന്ത്രണം ആവശ്യമായി വരുന്ന സന്ദർഭമാണ്. വേണ്ടപ്പെട്ടവരുടെ ഉപദേശങ്ങൾക്ക് മുഖം തിരിക്കുന്നതാണ്. വസ്തുവിൽപ്പനയിൽ ഓരോ തരം പ്രശ്നങ്ങൾ ഉടലെടുക്കും. വാരാദ്യ ദിവസങ്ങളിൽ ഭോഗസുഖം, ഇഷ്ടഭക്ഷണ യോഗം എന്നിവയുണ്ടാകും. ചൊവ്വയും ബുധനും സാമ്പത്തിക നഷ്ടം വരുവാൻ ഇടയുള്ള ദിവസങ്ങളാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. അന്യനാട്ടിലെ ഭക്ഷണവും താമസവും ആരോഗ്യ പ്രശ്നങ്ങൾ സമ്മാനിക്കും. പക്ഷെ പഠിപ്പ്, അതുമല്ലെങ്കിൽ ജോലി ഉപേക്ഷിക്കാനാവാതെ കുഴങ്ങുന്നതാണ്. സ്വകാര്യ സ്ഥാപനത്തിന് ജീവനക്കാർക്ക് അധികാരികളുടെ പിന്തുണ വേണ്ടത്ര ലഭിക്കുന്ന വാരമാണ്. സാങ്കേതിക കാര്യങ്ങളിലെ വൈദഗ്ധ്യം പ്രശംസിക്കപ്പെടും. കൂട്ടുകച്ചവടത്തിൽ നിന്നും വളരെയധികം ധന നേട്ടം പ്രതീക്ഷിക്കാം.
അവിവാഹിതരുടെ വിവാഹത്തിന് അനുകൂലമായ സമയമാണ്. നിങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സമയം നീക്കിവെക്കും. വാരം മധ്യത്തിലെ ദിവസങ്ങൾക്ക് ഗുണം അല്പം കുറയുന്നതാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. അർഹതയ്ക്ക് അംഗീകാരം ലഭിക്കും എന്നതാണ് ഈ ആഴ്ചയിലെ പ്രത്യേകത. വരുമാനത്തിൽ മാറ്റമുണ്ടാകില്ല. എന്നാൽ 12-ലെ ശുക്രസ്ഥിതിയാൽ ആഡംബര ചെലവുകൾ വർദ്ധിക്കുവാൻ ഇടയുണ്ട്. കലാപ്രവർത്തനത്തിനായി ദൂരയാത്രകൾ വേണ്ടി വന്നേക്കും. പിതൃപുത്ര ബന്ധത്തിൽ പിരിമുറുക്കം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. തെറ്റായ കാര്യങ്ങൾക്ക് ഉപദേശം ലഭിക്കാം. ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച ആളുകൾക്ക് നാഗരിക സുഖങ്ങൾ ഉപേക്ഷിച്ച് ഗ്രാമീണ ജീവിതം തിരഞ്ഞെടുക്കുന്നതിൽ ആവേശം കാണിക്കുന്നതാണ്. ഉപാസനാദികൾക്ക് യാതൊരു തടസ്സവും വന്നു ചേരില്ല. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. ഇടക്കാലത്തെ വിഘ്നങ്ങൾക്കും ആലസ്യത്തിനും ശേഷം കർമ്മരംഗം ഉണരുന്നതാണ്. ധനം ചിലവാക്കി നിർമ്മിച്ച പരസ്യങ്ങളുടെ പ്രയോജനം കണ്ടു തുടങ്ങും. സർക്കാർ ഇടപെടലുകൾ കൂടുന്നതാണ്. അവയ്ക്ക് നിയമപരമായ തടസ്സം ഏർപ്പെടുത്തുന്നതിൽ വിജയിക്കുവാൻ സാധിക്കും. സഹോദരനെ പാർട്ണറാക്കുന്നതിൽ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. ഗൃഹാന്തരീക്ഷം ഉന്മേഷം സമ്മാനിക്കും. ആരോഗ്യപരമായി സൗഖ്യം ഉണ്ടാകുന്ന കാലമാണ്. വാഹനം മൂടി പിടിപ്പിക്കുന്നതിന് ചെലവ് വർദ്ധിക്കുന്നതാണ്. വാരാന്ത്യ ദിവസങ്ങളിൽ കരുതൽ പുലർത്തുന്നതും ഗുണകരമാകും. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. ഗൃഹാന്തരീക്ഷം സാമാന്യമായി തൃപ്തികരമാകും. ജോലി സംബന്ധിച്ച തിരക്കുകൾ ഒട്ടും കുറയുകയില്ല. സന്താനങ്ങളുടെ കാര്യങ്ങൾക്കായി കരുതിയതിലും കൂടുതൽ ചെലവുണ്ടാകുന്നതാണ്. അഭിമുഖങ്ങളിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. എന്നാൽ വ്യക്തമായ അറിയിപ്പ് ലഭിച്ചേക്കില്ല. പൊതുപ്രവർത്തകർക്ക് ദുരാരോപണങ്ങളെ നേരിടേണ്ടി വന്നേക്കും. ചിലരോട് കയർത്ത് സംസാരിക്കേണ്ട സാഹചര്യം ഉദിക്കുന്നതാണ്. ആടയാഭരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നതാണ്. പിതാവിൻ്റെ ആരോഗ്യ പരിപാലനത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ്. വ്യാപാര സംരംഭങ്ങളുടെ ചർച്ചയിൽ പുരോഗതി കുറയുന്നതായിരിക്കും. നിങ്ങളുടെ ബന്ധുക്കളുടെ പ്രശ്നങ്ങൾക്ക് മുൻകൈ എടുത്ത് പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ഗൃഹനിർമ്മാണത്തിൽ ചെലവ് അധികരിക്കും. കടം വാങ്ങി പണി തുടരേണ്ടി വരുന്നതാണ്. തിടുക്കത്തിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ക്ലേശത്തിന് കാരണമാകും. ഔദ്യോഗിക ജീവിതത്തിലെ നൂലാമാലകൾ പലതരം പ്രതിസന്ധികൾ തീർക്കുന്നതാണ്. ശുക്രന്റെ ലാഭഭാവമായ സ്ഥിതിയാൽ ഫോക്കസ് സുഖമുണ്ടാകും. പ്രണയം വിവാഹ സാഫല്യമായി മാറുവാൻ ഇടയുണ്ട്. സ്ത്രീകളുടെ സഹായം സ്വീകരിക്കേണ്ടി വരും. ബന്ധുക്കളുടെ പ്രവർത്തനത്തിൽ വിരോധം തോന്നുന്നതാണ്. പുതിയ കരാറുകളുടെ നിയമന വ്യവസ്ഥ മനസ്സിലാക്കുവാൻ മറക്കരുത്. വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ വളരെയധികം ജാഗ്രത പുലർത്തുന്നതും ഗുണകരമാകും. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. പ്രത്യുപകാരങ്ങൾ വളരെയധികം സന്തോഷിപ്പിക്കും. നിങ്ങളുടെ അധ്വാനത്തിന് അർഹിക്കുന്ന ഫലം വന്നു ചേരുന്നതാണ്. കുടുംബത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സമയം കണ്ടെത്തുവാൻ സാധിക്കും. കൂട്ടുകച്ചവടത്തിൽ നിന്നും ആനുപാതികമായ ലാഭം പ്രതീക്ഷിക്കാം. ബന്ധുക്കളിൽ ചിലരോട് കയർക്കേണ്ട സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. കൂടുതൽ ധനം വ്യാപാരത്തിൽ നിക്ഷേപിക്കുന്നത് ഇപ്പോൾ ഗുണകരമാകില്ല. വെറുതെ പലതും ആലോചിക്കുന്നത് മാനസിക പിരിമുറുക്കം സമ്മാനിക്കുന്നതാണ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങൾക്ക് മേന്മ അല്പം കുറയുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ നക്ഷത്രനാഥനായ ശുക്രന് സുക്ഷേത്രബലം വരുത്തിയാൽ ആത്മശക്തി അധികരിക്കും. തൊഴിലിടത്തിൽ അംഗീകാരമുണ്ടാകുന്നതാണ്. പ്രശ്നങ്ങൾക്ക് നല്ല തീർപ്പ് ഉണ്ടാകും. സുഗന്ധ ലേപനങ്ങൾ, ആടയാഭരണങ്ങൾ ഇവയ്ക്ക് ചിലവ് വർദ്ധിക്കുന്നതാണ്. ജന്മനക്ഷത്രത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാൽ അനാവശ്യമായിട്ടുള്ള തിടുക്കമുണ്ടാകും. അഗ്നിയും വൈദ്യുതിയും കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷ്മത വേണം. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കിട്ടുന്നതാണ്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. നിലവിലെ ജോലിയിൽ പൂർണ്ണ തൃപ്തി ഉണ്ടായേക്കില്ല. സുഹൃത്തുക്കളുമായി ചേർന്ന് സംരംഭങ്ങൾ ആരംഭിക്കുന്ന കാര്യം പരിഗണനയിൽ വരുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങൾ സജീവമായി ചർച്ചയിലുണ്ടാകും. കിടപ്പ് രോഗികൾക്ക് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ്. പ്രൈവറ്റ് ജോലിയിൽ മത്സര്യം ഏർപ്പെടും. ആശിച്ച പദവി നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയുന്നതിനാൽ ജീവിത പങ്കാളിയുമായി കലഹിക്കുവാൻ ഇടയുണ്ട്. സാമൂഹ്യ വിഷയങ്ങളിൽ സ്വന്തം നിലപാട് വ്യക്തമാക്കുവാൻ മടിക്കില്ല. ഭാഗ്യ പരീക്ഷണങ്ങൾ ഭാഗികമായി വിജയം കാണുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. ചെയ്യുന്ന കാര്യങ്ങൾക്ക് തുടർച്ച കിട്ടുന്നതാണ്.
നിങ്ങളുടെ മനസ്സ് കൂടുതൽ ക്രിയാത്മകമാകും. പുതിയവ പഠിക്കുവാൻ ഔത്സുക്യമേറുന്നതാണ്. ബുധൻ 11-ൽ സഞ്ചരിക്കുകയാൽ ബന്ധുക്കളുടെ സഹകരണം മുന്നത്തെക്കാളും വർദ്ധിക്കും. ശുക്രന്റെ അനുകൂല സ്ഥിതി ഭാഗ്യപുഷ്ടിക്ക് കാരണമാകുന്നതാണ്. നിങ്ങളുടെ സൗഹൃദങ്ങൾ പുഷ്ടിപ്പെടും. പ്രണയം ദൃഢമാകും. എന്നാൽ യാത്രകൾ ഗുണകരമായേക്കില്ല. ചെലവുകളിൽ വളരെയധികം നിയന്ത്രണം വേണ്ട വാരമാണ്. കടം വാങ്ങുന്നതിൽ എല്ലാ രീതിയിലും ജാഗ്രതയുണ്ടാകണം. ആവശ്യത്തിന് വിശ്രമം ലഭിക്കും. ക്ഷേത്രാരാധനയ്ക്ക് സമയം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. മറ്റുള്ളവരുടെ പ്രവൃത്തികളെ വിമർശിക്കുവാൻ മുതിർന്നേക്കും. തന്മൂലം ശത്രുക്കൾ സൃഷ്ടിക്കപ്പെടുന്നതാണ്. മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാൻ സാധിക്കും. ഉദ്യോഗത്തിൽ ഉയർച്ചയുണ്ടാകുന്ന വാരമാണ്. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യത വളരെയധികമുണ്ട്. ഭൂമിയുടെ വിപണനത്തിൽ നിന്നും പ്രതീക്ഷിച്ചതിലുമധികം ധനാഗമം പ്രതീക്ഷിക്കാം. ബിസിനസ് ആരംഭിക്കുവാൻ കൃത്യമായ ആസൂത്രണം വേണം. വിവാഹാലോചനകൾ സഫലതയിലേക്ക് നീങ്ങുന്നതാണ്. അന്യനാട്ടിൽ കഴിയുന്ന ആളുകൾക്ക് ജന്മനാട്ടിൽ വരുവാൻ അല്പം കൂടി കാത്തിരിപ്പ് ആവശ്യമാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. തൊഴിൽ നഷ്ടപ്പെട്ട ആളുകൾക്ക് നല്ല അവസരങ്ങൾ വന്നെത്തും. ഗാർഹികമായ അലോസരങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ്. അനുകൂല ദിക്കിലേക്ക് സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. മക്കളുടെ ഉന്നത പഠനം സംബന്ധിച്ച ആശങ്കകളെല്ലാം നീങ്ങിക്കിട്ടും. പഴയ കടബാധ്യതകൾ പരിഹരിക്കുവാനുള്ള വഴി തെളിയുന്നതാണ്. ഗൃഹ നവീകരണത്തിലെ ചെലവും കാലതാമസവും അല്പം വിഷമിപ്പിച്ചേക്കും. വിദേശത്ത് പോകുവാനുള്ള കാര്യങ്ങൾക്ക് തടസ്സം വരാം. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതിയിലെ ആശങ്കകൾ തൽക്കാലം മാറിക്കിട്ടുന്നതാണ്. വ്യവഹാരങ്ങൾ മധ്യസ്ഥന്മാർ മുഖേന തീർപ്പ് കൽപ്പിക്കുവാനും സാധിക്കുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. യാഥാർത്ഥ്യത്തിൻ്റെ മറുപുറം അന്വേഷിക്കുവാനുള്ള താല്പര്യം കാണിക്കും. ദൂരദേശ ഗമനത്തിനുള്ള അവസരം വന്നെത്തുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ തൃപ്തി കുറവുണ്ടാകും. നിങ്ങളുടെ കാര്യസാധ്യത്തിന് അമിത പ്രയത്നമോ ആവർത്തിത പ്രയത്നമോ വേണ്ടി വരുന്നതാണ്. സ്വജനങ്ങളുമായി കലഹിക്കുവാൻ ഇടയുണ്ട്. ബിസിനസ് പകരക്കാരെ ഏൽപ്പിക്കുന്നത് ദോഷത്തിന് ഇടയാക്കും. കടം വാങ്ങി ബിസിനസ് നടത്താതിരിക്കുക. പഞ്ചമഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നതിനാൽ ഉദരരോഗം വിഷമിപ്പിക്കുന്നതാണ്. ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങൾക്ക് മേന്മ വളരെയധികം ഉണ്ടാകും. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. പരിശ്രമങ്ങൾക്ക് ഭാഗികമായ ഫലം കൈവരും. ലക്ഷ്യപ്രാപ്തിക്ക് തുടർ പരിശ്രമം ആവശ്യമാണെന്നത് ഓർമ്മയിലുണ്ടാകണം. നിങ്ങളുടെ ഉറ്റവരുടെ വാഗ്ദാന ലംഘനങ്ങൾ വിഷമിപ്പിക്കുന്നതാണ്. പ്രവൃത്തി മാറുന്ന കാര്യം സജീവമായി മനസ്സിലുണ്ടാകും. പ്രൈവറ്റ് സ്ഥാപനത്തിലെ ജോലിയിൽ അധികാരമുള്ള ചുമതല ലഭിക്കാം. ഇൻഷുറൻസ്, ലോട്ടറി, ചിട്ടി ഇവയിലൂടെ അപ്രതീക്ഷിത ധനലാഭമുണ്ടാകും. ഉപാസനാദികൾക്ക് തടസ്സം വരുവാൻ ഇടയുണ്ട്. കലാകാരന്മാർക്ക് പരിശീലന കളരികളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നെത്തുന്നതാണ്. ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ബുധൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുകയാൽ പൊതുവെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാ രീതിയിലും അനുകൂലമാകും. ശുക്രന്റെ 7-ാം ഭാവ സഞ്ചാരം പ്രണയ പുരോഗതിക്ക് കാരണമാകും. വിദേശ യാത്രയ്ക്ക് ഒരുമ്പിടുന്ന ആളുകൾ തത്സംബന്ധമായ അറിയിപ്പുകൾ ലഭിക്കുവാനിടയുണ്ട്. ഗൃഹത്തിൽ സാമാന്യമായ സമാധാനം പ്രതീക്ഷിക്കാം. തൊഴിലിടത്തിൽ നിങ്ങളുടെ സഹപ്രവർത്തകരുടെ പിന്തുണ പ്രയോജനകരമാകും. പൂർവിക സ്വത്തിൽ നിന്നും വരുമാനം പ്രതീക്ഷിക്കാവുന്നതാണ്. ജീവിത പങ്കാളിയുടെ ബിസിനസിൻ്റെ പുരോഗതിക്കായി പരസ്യത്തിൻ്റെ സാധ്യത പ്രയോജനപ്പെടുത്തുവാനും കഴിയുന്നതാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. കാര്യനിർവഹണത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകില്ല. ജോലി സംബന്ധിച്ച് പുതിയതായി ചിലതൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. കാര്യാലോചനകളിൽ സജീവമായി സാന്നിധ്യം അറിയിക്കും. എതിർപ്പുകൾ ഉയരുമെങ്കിലും അവയെ കൂസാക്കുകയില്ല. സ്വന്തം വളർച്ചയ്ക്ക് കാരണക്കാരനായ ഒരു നാഥൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ഉത്കണ്ഠയുണ്ടാകും. യാത്രയിൽ ധനം, മൊബൈൽ, വിലപ്പെട്ട രേഖകൾ ഇവ നഷ്ടപ്പെടുവാൻ ഇടയുണ്ട്. കൂടുതൽ കരുതൽ പുലർത്തുന്നതും ഗുണകരമാകും. ഗൃഹാന്തരീക്ഷത്തിൽ സ്നേഹദോഷങ്ങൾ വരികയും പോകുകയും ചെയ്യുന്നതാണ്. വായ്പയുടെ തിരിച്ചടവ് മുടങ്ങുവാനിടയില്ല. അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്.
ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയും കൈവെടിയുകയില്ല. കാര്യങ്ങളെല്ലാം ഒരുവിധം വറുതിയിലാകും. ജീവിതത്തിൻ്റെ സ്വാഭാവിക താളത്തിനനുസരിച്ച് നീങ്ങുവാൻ കഴിയുന്നതാണ്. ബിസിനസ്സിൽ നിന്നും മറ്റും ധനാഗമം നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധികം വന്നു ചേരും. സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ ചിലവുകൾ അല്പം വർദ്ധിക്കുവാൻ ഇടയുണ്ട്. ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. പുതിയ ഉദ്യമങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ നേടിയെടുക്കുക എന്നത് വളരെയധികം ദുഷ്കരമാകും. തൽസംബന്ധമായി മുഷിച്ചിലുണ്ടാകുന്നതാണ്. ഏഴാം ഭാവത്തിൽ ആദ്യത്തിനുള്ളത് യാത്രാക്ലേശത്തിന് കാരണമാകും. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമം മാത്രം പോരാ, താൻ പാതി ദൈവം പാതി എന്ന ചൊല്ല് ഓർക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതാണ്. കൂട്ടുകച്ചവടത്തിൽ ലാഭനഷ്ടങ്ങൾ കണക്കാക്കുവാൻ മുതിരും. കടബാധ്യത കൂട്ടാതിരിക്കുവാൻ ആവുന്നത്ര ശ്രമിക്കേണ്ടതുണ്ട്. അർഹിക്കുന്ന അംഗീകാരം ലഭിക്കാത്തതിൽ പ്രൈവറ്റ് സ്ഥാപനത്തിലെ ജോലി ഉപേക്ഷിക്കുവാൻ ആലോചിക്കും. എന്നാൽ ഇപ്പോൾ ആഗ്രഹ സാഫല്യത്തിന് ഗൃഹാനുകൂല്യം വേണ്ടത്ര ഇല്ലെന്ന കാര്യം മറക്കരുത്. യാത്രകൾ എല്ലാ രീതിയിലും കരുതലോടെ വേണം. വാരാദ്യ ദിവസങ്ങൾക്ക് ഗുണപുഷ്ടിയേറുന്നതാണ്. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. കുടുംബജീവിതം ഒട്ടാകെ സന്തുഷ്ടമായിരിക്കും. വിഭവസമൃദ്ധി ഉണ്ടായിരിക്കും. അഞ്ചിലെ ശുക്രസ്ഥിതിയാൽ സൽക്കാര്യങ്ങൾ ഭാവന ചെയ്യുന്നതാണ്. മക്കളുടെ കാര്യത്തിൽ ഉത്കണ്ഠയ്ക്ക് അവകാശമുണ്ടാകില്ല. ദൈവിക സമർപ്പണങ്ങൾ തടസ്സം വരാതെ തന്നെ നടന്നു കിട്ടുന്നതാണ്. ശാരീരിക വിഷമങ്ങൾ കൂടുന്നതിനാൽ വൈദ്യോപദേശം തേടേണ്ടി വരും. കർമ്മഗുണം മോശമാകില്ല. ചുമതലകളുടെ നിർവഹണം സുതാർഹമായിരിക്കും. പണച്ചെലവ് കുറയ്ക്കുന്നതിൽ കുറച്ചധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വീട് മാറ്റം എന്ന കാര്യം അർഹിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയുന്നതാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. ധാരാളം യാത്രകൾ വേണ്ടിവരും. അവയിൽ ഔദ്യോഗികവും അനൗദ്യോഗികവുമായ കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കുന്നതിൽ വളരെയധികം കരുതലുണ്ടാകണം. ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹദോഷങ്ങൾ കലരുന്നതാണ്. കഠിന രോഗികൾക്ക് ചികിത്സാ മാറ്റം ഗുണവത്തായി തുടങ്ങുന്നതാണ്. കള്ളം പറഞ്ഞതിൽ പിന്നീട് ഖേദിച്ചേക്കും. നിങ്ങളുടെ വീടിൻ്റെ അറ്റകുറ്റം ആവർത്തിക്കുന്നതിൽ മനം മടിപ്പുണ്ടാകും. ബന്ധുത്വം ശത്രുത്വമാണോ എന്ന് ചിന്തിക്കേണ്ട സാഹചര്യം ഉദയം ചെയ്യും. ആഴ്ചയുടെ ആദ്യ പകുതിക്കാകും കൂടുതൽ ശോഭനത്വം വരിക. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ഗൃഹസൗഖ്യം പ്രതീക്ഷിക്കാം. കൂടുതൽ സൗകര്യമുള്ള വീട്ടിലേക്ക് മാറുവാൻ തീരുമാനിക്കുന്നതാണ്. ഗൃഹ ഉപകരണങ്ങൾ വാങ്ങുവാൻ ഇടയുണ്ട്. ജോലിക്കാര്യത്തിൽ സമ്മിശ്രമായ ഫലമുണ്ടാകും. ചുമതലകൾ യാതൊരു രീതിയിലും തടസ്സപ്പെടില്ല. ചിലപ്പോൾ ആലസ്യം അനുഭവപ്പെടുന്നതാണ്. പ്രത്യേക കാരണമില്ലാതെ ലീവ് എടുത്തേക്കും. പ്രണയകാര്യങ്ങളിൽ തടസ്സം വരുന്നതാണ്. പഠനം സംബന്ധിച്ച വിദേശ യാത്രകൾക്കുള്ള ശ്രമം തുടരപ്പെടും. ബിസിനസ് തന്ത്രങ്ങൾ പൂർണ്ണമായും ഫലവത്തായെന്ന് പറയുക വയ്യ. ജീവകാരുണ്യത്തിന് നേരം കണ്ടെത്തുവാനും കഴിയുന്നതാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചെവിക്കൊള്ളുവാനും കഴിയുന്നതാണ്. അടുത്തത് പോരുരുട്ടാതി നക്ഷത്രക്കാരാണ്. സ്വന്തം കഴിവുകളും കരുത്തുമെല്ലാം ലക്ഷ്യപ്രാപ്തിക്ക് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടി വരും. ശകുനം മുടക്കികൾ എത്ര വൽഗണിക്കും. സ്വന്തം ആലസ്യത്തോടും പാരമുഖ്യത്തോടും ചിലപ്പോൾ ഗുസ്തി നടത്തേണ്ടി വന്നേക്കാം. ധനപരമായ അവസ്ഥകൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. ബന്ധുവിൻ്റെ വിവാഹത്തിന് വേണ്ടത്ര സാമ്പത്തിക സഹായം നൽകുവാൻ കഴിയും. ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച കൂടിയാലോചനകൾ പുരോഗമിക്കുന്നതാണ്. ഞായർ തിങ്കൾ ദിവസങ്ങളൊഴികെ മറ്റ് ദിവസങ്ങൾക്ക് വളരെയധികം മേന്മയും നേട്ടങ്ങളും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. വാരാദ്യം ചില തടസ്സങ്ങൾ അനുഭവപ്പെടും. ഇഷ്ടമില്ലാത്ത ആളുകളുമായി സഹകരിക്കേണ്ട സാഹചര്യം ഉദയം ചെയ്യുന്നതാണ്. പുതിയ ജോലിയിൽ സമ്മർദ്ദങ്ങൾ വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ സ്വന്തം കഴിവുകളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാകും. അതിനാൽ യാതൊരു രീതിയിലും നൈരാശ്യം അനുഭവപ്പെടുകയില്ല. ബുധനാഴ്ച മുതൽ കുടുംബസൗഖ്യം, തൊഴിലിൽ ഉന്മേഷം ഇവയുണ്ടാകും. മൂന്നാം തലമുറയുമായി ഒത്തുചേരുവാനുള്ള അവസരം വരുന്നതാണ്. വിവാദങ്ങളിൽ അകന്നു നിൽക്കുവാൻ കഴിയും. വ്യാപാരം വിപുലീകരിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗതിയിലേക്ക് കുതിക്കുന്നതാണ്. സാമ്പത്തികമായി ഗുണം ഭവിക്കുന്ന ഒരു വാരമാണ് വന്നെത്തിയിരിക്കുന്നത്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്. കൃത്യമായ കണക്ക് കൂട്ടലുകൾ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അവ തെറ്റുകയുമില്ല. നിങ്ങളുടെ പ്രവൃത്തിയിൽ ഉദാസീനത ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഉത്സുകത നിറയുകയും ചെയ്യുന്നതാണ്.
ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് സന്ദർഭോചിതമായ നിർദ്ദേശങ്ങൾ നൽകുവാൻ കഴിയും. നിക്ഷേപങ്ങളിൽ നിന്നും ധനാഗമം വർദ്ധിക്കുന്ന വാരമാണ്. പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ചുമതലകൾ, അതുമല്ലെങ്കിൽ വേതന വർധനവ് ഇവ പ്രതീക്ഷിക്കാം. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാൻ കഴിയുന്നതാണ്. സഹോദരങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുന്തിയ പരിഗണന നൽകുവാനും നിങ്ങൾക്ക് ഈ ആഴ്ച കഴിയുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.